ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ മാസത്തിൽ 5 പ്രാവശ്യത്തിൽ കൂടുതൽ ATM യൂസ് ചെയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് പണം നഷ്ടമായേക്കാം. 2026 ഏപ്രിൽ 1 മുതൽ ATM റൂൾസിൽ മാറ്റം വന്നിരിക്കും. ഓരോ ചെറിയ മിസ്റ്റേക്കും നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും 23 രൂപ വീതം നഷ്ടപ്പെടുത്തിയേക്കാം. ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കുന്നു ATM റൂൾ അപ്ഡേറ്റ്സ് 2026 എന്തൊക്കെ ന്യൂ ചേഞ്ചസ്, ലിമിറ്റ്സ്, ഹിഡൻ ഫീസ്, അതുപോലെ എക്സ്ട്രാ കോസ്റ്റുകൾ ഒഴിവാക്കാൻ സ്മാർട്ട് ആയ ടിപ്സ്. നിങ്ങൾ ഇടയ്ക്ക് ATM ഉപയോഗിക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ തീർച്ചയായും വാച്ച് ചെയ്യണം. അപ്ഡേറ്റ് 1, ഏറ്റവും പ്രധാനപ്പെട്ട റൂളിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ബാങ്ക് ATMൽ 5 ഫ്രീ ട്രാൻസാക്ഷൻസ് പെർ മന്ത് ലഭിക്കും. പക്ഷേ ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ക്യാഷ് വിഡ്രോവൽസ്, ബാലൻസ് ചെക്സ്, മിനി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവയെല്ലാം ഈ 5 ഫ്രീ ട്രാൻസാക്ഷൻസിൽ ഉൾപ്പെടും എന്നതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരുന്നത്. അതെ, ബാലൻസ് ചെക്ക് ചെയ്താൽ പോലും ഈ 5 കൗണ്ടിൽ അത് ഉൾപ്പെടും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് ചെക്ക് ചെയ്യാറുണ്ടോ? എങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അതർ ബാങ്ക് ATM ലിമിറ്റ്സ്. നമ്മൾ മറ്റൊരു ബാങ്കിൻ്റെ ATM യൂസ് ചെയ്യുകയാണെങ്കിൽ മെട്രോ സിറ്റീസ് ആണെങ്കിൽ ആകെ 3 ട്രാൻസാക്ഷൻസ് മാത്രം ഫ്രീ. നോൺ മെട്രോ സിറ്റീസ് ആണെങ്കിൽ 5 ഫ്രീ ട്രാൻസാക്ഷൻസ് ലഭിക്കും. അതിനുശേഷം ചാർജസ് വരും. ഇനി ഫ്രീ ലിമിറ്റ്സിന് ശേഷം ചാർജസ്. നിങ്ങൾ ലിമിറ്റിൽ കൂടുതൽ ATM യൂസ് ചെയ്താൽ ഓരോ ക്യാഷ് വിഡ്രോവലിനും 23 രൂപ വീതം എക്സ്ട്രാ ഫീ കൊടുക്കണം. 2, ഓരോ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും 10 മുതൽ 12 രൂപ വരെ എക്സ്ട്രാ നൽകേണ്ടി വരും. കൂടാതെ എക്സ്ട്രാ GST. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു സിമ്പിൾ ബാലൻസ് ചെക്ക് പോലും നിങ്ങൾക്ക് എക്സ്ട്രാ കോസ്റ്റ് വരുത്തിയേക്കും. അടുത്ത അപ്ഡേറ്റ്, UPI ATM വിഡ്രോവൽസ്, അതായത് കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽസും ഈ പറഞ്ഞ മന്ത്ലി ലിമിറ്റിൽ ഉൾപ്പെടും. നേരത്തെ ഇത് സെപ്പറേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഫലത്തിൽ ഇത് ഫ്രീ ട്രാൻസാക്ഷനുകളുടെ എണ്ണം കുറയ്ക്കുന്നു. അടുത്തത് ഡെയിലി വിഡ്രോവൽ ലിമിറ്റ്. ബാങ്കുകൾ വിഡ്രോവൽ ലിമിറ്റിലും മാറ്റം വരുത്തിയിരിക്കുന്നു. 25,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് പല ബാങ്കുകളിലും പെർ ഡേ വിഡ്രോ ചെയ്യാവുന്ന ലിമിറ്റ്. എന്നാൽ ചില പ്രീമിയം കാർഡുകൾക്ക് കുറച്ചുകൂടി ഉയർന്ന നിരക്ക് ഉണ്ട്. പക്ഷെ ചില ബാങ്കുകൾ സെക്യൂരിറ്റി റീസൺസ് മൂലം വിഡ്രോ ചെയ്യാവുന്ന ലിമിറ്റുകൾ കുറച്ചിരിക്കുന്നു. അടുത്തത് നിങ്ങൾ അറിയേണ്ട ഹിഡൻ ചാർജസ്. ഇത് പലർക്കും അറിയില്ല. എന്താണെന്നോ? 1, ഫെയിൽഡ് ട്രാൻസാക്ഷൻസ്, അതായത് ലോ ബാലൻസ് മൂലം ഫെയിൽ ആവുന്ന ട്രാൻസാക്ഷൻസിന് പെനാൽറ്റി ഉണ്ട്. അത് 25 രൂപ വരെ ഈടാക്കുന്ന ബാങ്കുകളുണ്ട്. 2, മൾട്ടിപ്പിൾ റോങ് പിൻ അറ്റംപ്റ്റ്സ്, അതായത് പിൻ തെറ്റിയാൽ വീണ്ടും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ ചാർജസ് പോസിബിൾ ആണ്. 3, ബാലൻസ് എൻക്വയറി ആഫ്റ്റർ ലിമിറ്റ്, അതിനും ചാർജ് വരും. ഇതുപോലെ നോൺ ക്യാഷ് ട്രാൻസാക്ഷനും നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ കാരണമാകും. ഇനി പണം സേവ് ചെയ്യുന്നതിനുള്ള സ്മാർട്ട് ടിപ്സ്. 1, നമ്മുടെ അക്കൗണ്ട് ഉള്ള ബാങ്കിൻ്റെ ATM തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. 2, അനാവശ്യമായി ബാലൻസ് ചെക്കിംഗ് ഒഴിവാക്കുക. 3, മന്ത്ലി യൂസേജ് ട്രാക്ക് ചെയ്യുക. 4, UPI ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് കൂടുതലായി ഉപയോഗിക്കുക. 5, വിഡ്രോവലുകളുടെ എണ്ണം കുറച്ച് ഓരോ വിഡ്രോവലിനും കൂടുതൽ പണം വിഡ്രോ ചെയ്യുക. ഇത് ഹാബിറ്റ് ആക്കുക. ദെൻ 0 ATM ചാർജസ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം RVG Inside.